ഹലോ ഗായ്സ്, എറണാകുളത്തുള്ള ഒരു ടിപ്പിക്കൽ കപ്പിൾസ്. 2 മക്കളുണ്ട്. ഒരാൾക്ക് 2 പെൺകുട്ടികളാണ്, 2 വയസ്സ്, ഒരാൾക്ക് 1 വയസ്സ്. അപ്പോൾ അവരെ ഒഴിവാക്കിയിട്ടുള്ള ഒരു യാത്രയാണ്. സോ ബേസിക്കലി നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിലൊരു എന്താ പറയാ, എങ്ങനെ ഇരിക്കും ഓരോരുത്തരുടെ ജീവിതം എന്ന് ഞങ്ങൾ കൂടുതലും കോൺവെർസേഷൻസ് ഇങ്ങനെ കാറിൽ പോകുമ്പോഴേ ഉണ്ടാവാം. അപ്പൊ ഇന്ന് കേരള പിറവിയാണ്. അപ്പൊ അവിടെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ജസ്റ്റ് ഇന്ററാക്ഷൻ മാത്രം ഇതിൽ കൂടുതൽ. പക്ഷെ ഫസ്റ്റ് ടോപ്പിക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സംസാരിക്കുന്നത് ഒബിയസ്ലി സിനിമ. യെസ് ഓഫ് കോഴ്സ് സിനിമയാണ്. അപ്പൊ എന്റെ പേര് ഫിർദൌസ്. അപ്പോ ഞങ്ങൾ തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. പ്രായം കൊണ്ട് 10 വയസ്സ് കൂടുതൽ എനിക്കാണ്. പക്ഷെ മൂപ്പനാണ് ഓൾഡ്, ഞാനാണ് യൂത്തൻ. ഇങ്ങനെയാണ്, ഞാനാണ് യങ് മനസ്സുകൊണ്ട്. അപ്പം ഫസ്റ്റ് നമ്മളിപ്പം ഈ ആഴ്ച കണ്ട നീ ഇല്ലാതെ ഞാനൊരു ഫിലിം കണ്ട്, അതിനെപ്പറ്റി സംസാരിക്കും. നമ്മൾ കണ്ട ഫിലിം നമുക്ക് അങ്ങനെ തിയേറ്ററിലൊന്നും പോകാൻ പറ്റാറില്ല. ബിക്കോസ് പിള്ളേരുള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും. പിള്ളേരെ ഒഴിവാക്കിയിട്ട് പോകാന്ന് വെച്ചാൽ എവിടെ ഒഴിവാക്കാനാ? അപ്പൊ പിന്നെ അങ്ങനെയൊക്കെയാണ് ഒരു ന്യൂക്ലിയർ ലൈഫ്, അറിയാലോ. അപ്പോ നമ്മൾ കണ്ട OTT കണ്ട ഫിലിംസ് ഗഗനാചാരി, പിന്നെ ഒരു സീരീസ് 1000 ബേബീസ്, പിന്നെ മൂന്നാമത് ഞാൻ ഒരെണ്ണം കണ്ടു, ലോങ് ലെഗ്സ്, നമ്മുടെ രാക്ഷസിനെ പോലെ. അപ്പൊ പുള്ളിക്കാരി കണ്ടില്ല. അപ്പം ഇത് 3നെ പറ്റി ചുമ്മാ സംസാരിക്കുക. റിവ്യൂ ഒന്നുമില്ല. സാധാരണ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ്, അതുകൊണ്ട് സംസാരിക്കുന്നു. അപ്പം ആദ്യമേ ഏത് പറയും ചെയ്യുമ്പോ 1000 ബേബീസ്. അപ്പൊ നീ സംസാരിച്ചു, ഇത്തിരി ഉറക്ക പറഞ്ഞോ. പറഞ്ഞോ, നിനക്ക് എന്താ ഇഷ്ടം തോന്നിയത് നീ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? എനിക്ക് ഇഷ്ടമായില്ല 1000 ബേബീസ്. വലിച്ച് നീട്ടി സ്പെഷ്യലി ആ മറ്റേ ഡ്രഗ് കൊടുക്കുന്നൊക്കെ ആ എപ്പിസോഡ് അവളുടെ വാപ്പ ഉണ്ടായിരുന്നു വീട്ടില്. അതുകൊണ്ടാണ് മൂപ്പര് ഇരിക്കുന്ന നോക്കുമ്പോഴത്തേക്ക് നമ്മള് ചുമ്മാ TV ഇട്ടതാ. കഞ്ചാവ് അടിച്ച് നടക്കുന്ന അവൾക്ക് അതാണ് ഏറ്റവും. അവളിരുന്ന് ഉരുകുകയായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേര് പുള്ളിക്കാരൻ അങ്ങോട്ട് തുടങ്ങി ഫയർ ചെയ്യാൻ. അപ്പം ആകെ പെട്ടുപോയ സീനായിരുന്നു. പിന്നെ ഇത് എത്ര നേരം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഇതിപ്പോ തീരുവോ, ഇത് എത്ര മിനിറ്റ് എടുക്കും എന്നറിയില്ലല്ലോ. ഇപ്പൊ തീരുന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10-20 മിനിറ്റ് കഞ്ചാവും. അതെ, അത് അവര് കുറച്ച് മറ്റേ ഇംഗ്ലീഷിലൊരു സീരീസ് ഉണ്ട്, അത് പിടിക്കാൻ നോക്കിയതാ. അപ്പം സത്യം, അപ്പൊ എന്റെ ഒരു ഞാൻ പറഞ്ഞു 1000 ബേബീസിനെ പറ്റി പറയുന്നത്, ഇതിന്റെ പ്രൊമോഷൻസ്, അതായത് ട്രെയിലർ കിടക്കാച്ചിയായിരുന്നു. അതെ, ട്രെയിലർ കണ്ടപ്പോ നമുക്ക് കുറെ പ്രതീക്ഷ വന്നു. പിന്നെ നമ്മുടെ 80s നൊസ്റ്റാൾജിയ. പിന്നെ ആ ടോപ്പിക് പറയൂലേ, പിന്നെ സൗണ്ട് കുറച്ചിട്ട് മ്യൂട്ട് ചെയ്തിട്ട് ഇന്നതാണ് കാര്യം ഫസ്റ്റ് 3 എപ്പിസോഡില്. ഇല്ല, ഞാൻ ആദ്യമേ സീരീസിന്റെ വേറൊരു കോണ്ടാക്സ്റ്റ് പറയും. ഇത് ആരും കേൾക്കാത്ത സബ്ജക്ട് ഭയങ്കര ഷോക്കിംഗ് ആവുന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ഡയറക്ടർ ഇങ്ങനെ കുറെ അഡ്രസ് ചെയ്തു. അങ്ങനെയൊന്നും ഒരുപാട് ഹൈപ്പ് കേട്ടാണ്ടിറങ്ങിയ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ബേസിക്കലി ഇത് എല്ലാരും പറയുന്ന ഒരു സംഭവമാണ്. കുട്ടിയെ മാറ്റി ഇരിക്കുന്ന പരിപാടി എന്ന് പറയുമ്പോ നമ്മുടെയൊക്കെ നാട്ടില് വളർന്നതൊക്കെ കായംകുളത്താ കൊച്ചിനെ. അപ്പൊ കായംകുളത്ത് സ്ഥിരം പറയുന്നതാ കൊച്ചിനെ മാറിപ്പോയതാണ്. ഇപ്പൊ നമ്മളൊരു സിനിമ ഇട്ടു, മറ്റേ ഈ അടുത്ത് യൂട്യൂബില് പഴയ മറ്റേ മധുര മനോഹര മോഹം, മറ്റേ ഷർഫുദ്ദീന്റെ സിനിമയ്ക്കകത്ത് അമ്മയ്ക്ക് കൊച്ചിനെ ഒന്നും മാറിപ്പോയില്ലല്ലോ ആശുപത്രി എന്ന്. അതൊരു കോമൺ ആയിട്ടുള്ള ജോക്ക്. ഇത് ഇത്രയും ഐ വാസ് ഷോക്ക് ടു ഹിയർ ദിസ് എന്നൊക്കെ നീന മറ്റേ പറയുമ്പോഴത്തേക്കൊക്കെ റഹ്മാനൊക്കെ പറയുമ്പോ ഷോക്ക്ഡാ. ഇതൊക്കെ സാധാരണ എപ്പോഴും പറയുന്നതല്ലേ ഒരു സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഇത് എന്താണ് ഇത്ര ഇതിൽ എക്സ്ട്രോണറി ആയിട്ടുള്ള എന്താണ് ഇതിൽ? ചിലർ പറഞ്ഞു എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. മനസ്സിലാവാൻ മാത്രം അതിന് കാര്യങ്ങളൊന്നും ഇല്ല.
ഒന്നുമില്ല. കൊറേ ഇപ്പം പറയുന്ന ഇപ്പം എന്നാ ഫസ്റ്റ് എപ്പിസോഡ് സീസണിൽ എന്തെങ്കിലും ആയിട്ട് നിർത്തുക. ഇത് അടുത്ത് ഉണ്ടെന്നുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് എന്താ കാര്യം? പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രോൾ ഉണ്ടായിരുന്നു 1000 babies മറ്റേ സലീം കുമാർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. യഥാർത്ഥ ഞാനല്ല, എവിടെയോ ആണ് ഇത്. അപ്പൊ നീ ഇത് ഞാനല്ല എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര സത്യം മലയാളത്തില് അജു വർഗീസിന്റെ സീരീസ് ഒരു ആവറേജ് ആയിരുന്നു. പോലീസ് ആയിട്ടുള്ള എല്ലാം എനിക്ക് ഒന്നിന്റെയും പേര് അങ്ങനെ ഓർമ്മക്കാറില്ല. അതൊക്കെ ഇതിനെക്കാട്ടിലേക്ക് ഫാർ ബെറ്റർ ആയിരുന്നു. ഇത് പിന്നെ നിനക്ക് നീനത്തെ ശരിക്കും അറിയത്തില്ല. ഒരു നാഷണൽ അറിയോ? നിനക്കറിയോ? മറ്റേ മോഹൻലാലിന്റെ ഒരു സിനിമയല്ലേ, അഹമാണോ അഹമെന്നോ മറ്റേ ഉർവശി ഭാര്യയായിട്ട് ഉർവശിയെ കൊന്നിട്ട് അവസാനം സന്യാസിനിയൊക്കെ ആവുന്ന ഒരു പടമുണ്ട് മോഹൻലാല്. അതിനകത്ത് ഈ സ്ത്രീ നേഴ്സായിട്ട് അഭിനയിക്കുമായിരുന്നു. നേഴ്സല്ല, മറ്റേ സിസ്റ്ററായിട്ട്. അപ്പം മറ്റേ പള്ളിയിലെ അപ്പം ഒരു ആശ്രമത്തിലെ എന്തോ അങ്ങനെ കണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒരു പാട്ടും കണ്ട ഫിലിമല്ലേ. അപ്പൊ അതിനകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവര് മലയാളം ഡയലോഗ്സ്, അതിനകത്ത് ഒരു പുതു നടിയുണ്ട്, അവർക്ക് ഡയലോഗ്സ് മലയാളത്തിൽ അറിയത്തില്ല. പക്ഷെ ഇവർ അന്യ സംസ്ഥാനത്തിന് വന്ന ഒരു സ്ത്രീയായിട്ടും ഇവർ ആക്ട്രസ് ആയിട്ടും അവരുടെ ഡയലോഗ്സ് എല്ലാം മലയാളം അവര് പച്ചവെള്ളം പോലെ പഠിച്ച് പറഞ്ഞു. അതാണ് അവരുടെ റേഞ്ച് എന്ന് മലയാളം അറിയാത്ത അവർ ഒരു നമുക്ക് അത് സ്ഫുടതയോടെ സംസാരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഡബിങ് ഒക്കെ ബോറായിരുന്നു. അവർക്ക് എന്തോ ഒരു പ്രിപ്പറേഷനും ഹോംവർക്കൊക്കെ ഭയങ്കര. എനിക്ക് അതിലും ഭേദം അവരെക്കാളും ഇഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരിയായിട്ട് അഭിനയിച്ച നേഴ്സ് ഉണ്ടല്ലോ, കുറച്ച് ഗ്ലിംസ് അവരുടെ ചെറുപ്പമായിട്ട് അഭിനയിച്ചില്ല കൊച്ചിനെ മാറ്റി. അയ്യോ അവരിട്ട 4 എക്സ്പ്രഷൻ അത് എന്നാ അവരെ കൊണ്ട് ത്രൂ ഔട്ട് ഫുള്ള് ചെയ്യിപ്പിച്ചാലും മതി. പക്ഷെ ഇതൊരു ഹിന്ദി ഓഡിയൻസിനും കൂടെ അപ്പീൽ ചെയ്യാൻ വേണ്ടി അവർ ചെയ്തതാ. എന്താ പറയുന്നു, അവര് സൂപ്പറായിട്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ചില റീൽസ് നോക്കുവാണെങ്കിൽ ഇവളുടെ റീൽസിൽ അതൊന്നും കാണൂല. ഇവളുടെ റീൽസ് ഫുള്ള് കുട്ടികളുടെ ഡാൻസ് ഒക്കെ കാണത്തുള്ളൂ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഞാനാ യൂത്തനും. അപ്പം ഇതിനകത്ത് ആ കൊച്ചു ചെയ്ത ഇതുണ്ടല്ലോ, എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അത് ഫുള്ള് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ നീന കുറിപ്പിന്റെ ഗുപ്തയുടെ ഒരു അങ്ങനെയൊന്നും കാണുന്നൊന്നും ഇല്ല. അപ്പം എനിക്ക് പിന്നെ റഹ്മാന്റെ പെർഫോമൻസ്, റഹ്മാന്റെ മലയാളം എങ്ങനെയോ എങ്ങോട്ടൊക്കെയോ പോവാ. ഭയങ്കര മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള ഒരാളെ പോലെ കാണിക്കുന്നു. ഒരു ആസ്വാദനം ഉണ്ടായില്ല. ഡയലോഗ് ഡെലിവറി ഒക്കെ വെറും മോശം. ഇത് എന്തിനാ ഇങ്ങനെ? എന്നാ പിന്നെ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡയറക്ടർ പറ ഇയാള് ഒരു മലയാളി അല്ല, ഹാഫ് മലയാളി ഒന്നുമില്ല, ഇയാൾ പക്കാ മലയാളി. സത്യം പറഞ്ഞ എല്ലാം കൂടെ ഒരു മറ്റേ പയ്യൻ കഷ്ടപ്പെട്ടിരുന്ന് എന്തേലും വരുമോ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെ കുറച്ചൊക്കെ ആൾക്കാരെ പേടിച്ചിട്ട് കുറച്ച് ലൂക്കുവാമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാ പറയുന്നത്. കുഴപ്പമില്ല, കാര്യം ഉടനെ ഇവന്മാരെല്ലാം കൂടെ പറയും ക്രിയേറ്റീവ് ഫ്രീഡം അവന്മാർക്ക് എന്നാ ഉണ്ടടാ, നിനക്കൊക്കെ എന്താ അറിയടാ. നമ്മള് പ്രേക്ഷകരുടെ ഇടയിൽ എത്ര കാലമായിട്ട് പ്രേക്ഷകരാ. ഇപ്പൊ നീ ഇതിന്റെ ഡയറക്ടർ പറയുന്നുണ്ട് കൊള്ളത്തിനെങ്കിൽ വലിച്ചങ്ങ് ഒട്ടിച്ചോ എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഇതിന് നജീബ അയാള് പറഞ്ഞിട്ടുണ്ട്. കൊള്ളത്തിലെങ്കിൽ വലിച്ചു ഒട്ടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒട്ടിച്ചിട്ടൊന്നുമില്ല. അത് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. അപ്പൊ നമുക്ക് 1000 babies നിനക്കൊരു എൻഡ് നോട്ട് വല്ലതും പറയാനുണ്ടോ? പിന്നെ അതിനും ബാക്കി പെർഫോമൻസ് കിട്ടിയില്ല. ഓക്കെ, മറ്റവൻ നന്നായിട്ട് പെർഫോം ചെയ്ത്. എന്താ ഒരു സായിയാ, അത് നന്നായിട്ട് ചെയ്തു. ആ റോഷാക്കല പയ്യൻ അവൻ കിടലായിട്ട് ചെയ്തു. അത്രേ ഉള്ളൂ, വേറെ ഒരു ഒന്നുമില്ല. ഇനി നമുക്ക് ഗഗനാചാരിയിലേക്ക് പോവാം. നീ പറ. എല്ലാം ഞാൻ തന്നെയാണോ പറയുന്നത്? പറയടേ, എന്റെ അടുത്ത് പറയുന്ന പോലെ. നീ പറ, ക്യാമറ ഇല്ലാന്ന് വിചാരിച്ച് പറ. അനാർക്കിലിയുടെ ഡാൻസ് ഒരു തിരിച്ചുവരവ് ബേസിക്കലി നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണുമ്പോ ഇത്രയും ഓഡായിട്ടുള്ള ഒരു കോംബോ ഇല്ല.
ഗണേഷ് കുമാർ, ആക്ച്വലി എനിക്കത് അജു വർഗീസും സുരേഷ് ഗോപിയുടെ മോനും. പക്ഷെ ഇവന്മാര് മൂന്നുപേരും കൂടെ എന്നാ പണി വെച്ച് സൂപ്പർ സാധനം. എനിക്ക് ഗഗനാചാരി എന്ത് അവാർഡ് പടമാണ് അവിടെ. ഇതൊരു എക്സ്പെരിമെന്റ്. ഇത് കൾട്ട് മൂവി അല്ലേ ആവേണ്ടത്. ഇത് ഫെസ്റ്റിവലിനാണോ? ഇത് കൊമേഴ്ഷ്യൽ റിലീസ് ഇല്ലാതെ പോയി എന്തുകൊണ്ടായിരുന്നു എനിക്ക് ഇത് ആദ്യമേ നിനക്കറിയോ, ഇത് ആദ്യമേ കുറെ റെക്കഗ്നീഷൻ കിട്ടിയതിനു ശേഷം തിയേറ്ററിൽ വന്നത്. ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടേ അങ്ങനത്തെ ഒരു പടമാണ്. ഇതൊരു അടിപൊളി പടമല്ലേ ഇത്. ഇതൊരു എന്നുവെച്ചാൽ തിയേറ്ററിൽ ഇത് വാച്ച് ചെയ്യാനുണ്ടോ എന്നെ ഗംഭീര ഷോർട്സാ. ഈജി ആണെങ്കിലും എന്തുവാണെങ്കിലും എന്ത് രസം അതൊക്കെ കണ്ടോണ്ടിരിക്കാൻ. ഗഗനാചാരി എനിക്ക് 15 മിനിറ്റ് ഒന്നും മനസ്സിലായില്ലായിരുന്നു സംഭവം. ഞാൻ കുറെ ഇംഗ്ലീഷ് പടം കാണുന്നോണ്ട് എനിക്ക് ഇംഗ്ലീഷ് പടം കാണുന്നെങ്കിൽ കോമഡി കാണത്തില്ല. ഞാൻ സിനിമ കാണാൻ വന്നിരുന്നതല്ല, നീ അവിടെ ഇട്ടിരുന്ന് കണ്ടോണ്ട് ഞാൻ വെറുതെ വന്നിരുന്നത്. എന്ത് പടം ഇങ്ങനെ ഇരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഒന്നും എനിക്ക് വല്ലാണ്ട് ഞാൻ ഈ അടുത്ത് ഇത്ര ചിരിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ബെസ്റ്റ് പെർഫോമൻസ് മല്ലിക സുകുമാരനാ. അവരുടെ പെർഫോമൻസ് ഒരു കിടുക്കാച്ചി പെർഫോമൻസ് ആയിരുന്നു. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാ. ഈ ഗഗനാചാരി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മക്കളെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഗുഡ് ടൈം നിങ്ങൾ മിസ്സാക്കിയെന്ന് പറയാൻ പറ്റും. ഞങ്ങൾക്ക് ഒന്നും നിസ്സഹായത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തിയേറ്റർ എക്സ്പീരിയൻസ് കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊന്നും തിയേറ്ററിൽ പോയി കാണാത്തത്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഓടിയാണ് തിയേറ്ററിൽ പോയി കാണാൻ. ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ ആഗ്രഹം. പക്ഷെ നിങ്ങൾ എന്തായാലും അത് പോയി, തിയേറ്ററിൽ പോയി. ഇനി ഏതെങ്കിലും കാലത്ത് റിലീസ് അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിലോ അത് കാണാം. പക്ഷെ പടം OTT നിങ്ങൾ കാണുന്നില്ലെങ്കിൽ വേഗം കണ്ടോളുക. പോളി സാധനമാണ്. ചിരിച്ച് എനിക്ക് ഞാൻ സത്യം പറയാൻ ഉറക്കത്തിൽ ഞാൻ ഉറങ്ങുമ്പോ സത്യമായിട്ട് 3 ദിവസമോ 4 ദിവസമോ ഞാൻ ആലോചിച്ച് ഉറക്കത്തില് ചില സീൻസ് ഒക്കെ. അടിപൊളി പടമായിരുന്നു. അനാർക്കലിയും പൊളിച്ച്. അനാർക്കലി ഇതിനകത്തുള്ള ആ ഒരു ബോഡി ഷേപ്പും ആ കോസ്റ്റ്യൂമും ആ ഗെറ്റപ്പും എല്ലാം അവളുടെ എല്ലാ സാധനം. എനിക്കത് കുറച്ച് മുന്നേ ഉള്ള ഒരു ഫിലിമും കൂടെ ഇപ്പൊ ഇച്ചിരി വണ്ണം വേറെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതായി. പക്ഷെ ആ കൊച്ചു ചെയ്ത അത് ഒരു ഗംഭീര വർക്കായിരുന്നു. പിന്നെ സുരേഷ് ഗോപിയുടെ എനിക്ക് അതിന്റെ പേരറിയില്ല. നമ്മളിത് റിവ്യൂസിന്റെ ആൾക്കാരൊന്നും അല്ലാത്തോണ്ട് ഹോംവർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് എ കോൺവെർസേഷൻ ആണ്. അവന്റെ ഗൂഗിൾ എന്നാണെന്ന് തോന്നുന്നു അവന്റെ പേര്. എനിക്കറിയില്ല. അവന്റെ പെർഫോമൻസ് നന്നായിരുന്നു. അവൻ ആദ്യമായിട്ട് ഒരു നീറ്റ് വർക്ക് ചെയ്തത് എന്നാ എനിക്ക് തോന്നിയത്. മറ്റേ പിന്നെ സിനിമയും നമ്മൾ ചെയ്യുന്ന മേക്കേഴ്സും പോലെ ഇരിക്കും. ഇത് അവന്റെ സെക്കൻഡ് കോമഡി ഫിലിമാണ്. ആദ്യത്തത് ഒരെണ്ണം കുഴപ്പമില്ലായിരുന്നു. ഈ പടം നന്നായി ചെയ്ത് അവൻ ഈ ഒരു ലൈനിൽ തന്നെ പോവാണെങ്കിൽ പൊളിയായിരിക്കും, നല്ലതായിരിക്കും. അവനുള്ളൊരു സ്പേസ് ഉണ്ട്, തീർച്ചയായിട്ടും അവനുള്ളൊരു സ്പേസ് ഉണ്ട് ഈ ജോണറിൽ പോവുകയാണെങ്കിൽ. അതായത് സ്ലാബ്സ് മറ്റേ ഒരു കോമഡി ഇതിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതുണ്ട്. കാര്യം ധ്യാൻ ശ്രീനിവാസൻ നല്ല വെറുപ്പിക്കലാണ്. നല്ല സ്ക്രിപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, എന്തും ചെയ്യും, നന്നായി ഇന്റർവ്യൂ ചെയ്യും. എന്നാ പിന്നെ അയാൾക്ക് ഒരു ടോക്ക് ഷോ ഇട്ടൂടെ? അല്ല അയാൾക്ക് ഈ ഇംഗ്ലീഷ് അറിയുന്ന പോലെ ഈ ധ്യാൻ പോലെ ടോക്ക് ഷോ ഹോസ്റ്റ് ആയിക്കൂടെ? ലൈവ് ഓഡിയൻസിനൊക്കെ വെച്ചിട്ട് ജ്ഞാപകം അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 80 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് തലമുടി കുറച്ച് 4-5 എണ്ണമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിരുന്ന് ക്രിഞ്ച് അടിച്ചിട്ട് വലിച്ച് പൊട്ടിക്കുകയായിരുന്നു. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഏതാണ്ട് എന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിലാക്കാണല്ലോ. അപ്പം അങ്ങനെ ഗഗനാചാരി പൊളിച്ചു. സൂപ്പർ മാൻ, സൂപ്പർ. പിന്നെ മൂന്നാമതൊരു പടം കൂടെ പറഞ്ഞ് നമുക്ക് വേഗം തീർക്കാം. ട്രാഫിക് ഒക്കെ കൂടി വരുന്നു. ലോങ് ലെഗ്സ്
അപ്പൊ നിനക്ക് അതിനെ പറ്റി ഒന്നും അറിയാം. ഞാൻ പറഞ്ഞുതരാം. നിക്കോളസ് കേജിനെ പറ്റി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നിക്കോളസ് കേജ് എന്ന് പറഞ്ഞാൽ പഴയ ആക്ഷൻ ഹീറോ ആണ്. ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള, ഭയങ്കര ടോളും ഹാൻസം ഒക്കെ ആയ ഒരാളാണ്. യാദർശികമായി സിനിമയെ വന്നതെന്ന് വെച്ചാൽ എന്ന് വിചാരിച്ച ഭയങ്കര എന്താ പറയുക, ഈ സിനിമ ഹോളിവുഡ് സിനിമ വരുമ്പം എന്തെങ്കിലുമൊക്കെ മുഖത്തിന് ചെറിയ ഡിഫക്റ്റ് വരണം. അതായത് ഇപ്പൊ ടോം ക്രൂസ് വരെ, ടോം ക്രൂസിന്റെ പല്ലിന് ചില വ്യത്യാസമുണ്ട്, ടോളല്ല, അങ്ങനെയുള്ള ചെറിയ സൗണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കിട്ടുക, അറ്റൻഷൻ കിട്ടുക. അങ്ങനെ ഒരു ചിന്തയിൽ വന്നൊരു നടനാണ് നിക്കോളസ് കേജ്. ഒരു നായക റോളില് ഫോണിലാണ് അദ്ദേഹം. പോട്ടെ, അദ്ദേഹം എന്തായാലും കണ്ടിട്ടില്ല, ഞാൻ സംസാരിക്കാം. അപ്പം ആരായിരുന്നു? ചേച്ചി വിളിക്കാനോ? ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെ നോക്കാൻ വരുന്ന ഒരാളാണ്. അപ്പം ചേട്ടനെ വിളിക്കാൻ ചേച്ചിയുടെ ഭർത്താവ് ബേബി ചേട്ടൻ വിളിച്ചതാണ്. അപ്പം അങ്ങനെ നിക്കോളസ് കേജ് കുറെ കാലത്ത് ഇപ്പൊ പുള്ളിയുടെ, നീ അയാളുടെ കണ്ട സിനിമ ഞാൻ പറയാം, മറ്റേ ഡ്രാക്കുളയുടെ പടമില്ലേ, ഡ്രാക്കുളയുടെ കൂട്ടുകാരനും അതിൽ ഡ്രാക്കുളായിട്ട് അഭിനയിച്ചതാണ് നിക്കോളസ് കേജ്. അയാളുടെ ഈ പടം അയാള് ചേച്ചിനോട് ചേട്ടനോട് വിളിക്കാൻ പറയൂ. അപ്പം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് ഈ പടം. 2 സിനിമകൾ, പഴയ ക്ലാസിക്സ് ആയ 2 സിനിമകളുടെ ഒരു കോമ്പിനേഷനാണ്. സോഡിയാക്കിന്റെയും സൈലൻസ് ഓഫ് ദ ലാംബ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ജീവൻ കണ്ടിട്ടുള്ള 2 നല്ല പേടിക്കുന്ന പടമാണ്. സൈക്കോത്ത് ഇതൊരു എവിടേക്കും ഒരു രാക്ഷസൻ മോഡലും തോന്നി. ബേസിക്കലി പടം സൈറ്റാനിക് വർഷിപ്പിനെ പറ്റിയും, അങ്ങനെ സൈറ്റാന്റെ അക്കോംപ്ലിഷ് ആയ ഒരാള് 14 ജനിക്കുന്ന കൊച്ചുങ്ങളെ കുറെ എണ്ണത്തിനെ കൊല്ലുന്ന, കുരുതി കൊടുക്കുക. നമ്മുടെ പൃഥ്വിരാജ് പിടിച്ച സാധനം. എന്റെ മുന്നേ എന്താ അത്, ഞാൻ വിചാരിച്ചു ഇതിനകത്തൊരു പാമ്പുണ്ടോന്നു, എവിടെയോ മറ്റേ സോ അയച്ചതാ. അപ്പം അതാണ് സൈറ്റാനെ പറ്റിയൊക്കെ പറഞ്ഞപ്പം വന്നൊരു പേടിയായി പോയത്. കുറച്ച് നമുക്കൊരു എന്താ പറയാ, ഒരു പേടി എനിക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല, ഒരു റിപ്പൾഷൻ തോന്നും, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മള് ഇത് ഭയങ്കരമായിട്ട് ഹൈപ്പാക്കി ഈ സിനിമ. ഞാൻ രാക്ഷസനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രാക്ഷസൻ തന്നെ പൊളി. ഒബിയസ്ലി നമ്മൾ ഇന്ത്യക്കാർ കുറച്ച് ഡ്രാമ ഒക്കെ ചേർക്കുമ്പോൾ അതിലൊരു രസം ഉണ്ടാവില്ല. കുറച്ച് അത് അമേരിക്കൻ ഫുഡ് പോലെ തന്നെ ബ്ലണ്ടായ ഒരു പടമായിരുന്നു. കുഴപ്പമില്ല, കുറച്ച് ഡീസൻറ്റ് പെർഫോമൻസ് ഉണ്ട്, നല്ല ഷോർട്സ് ആയിരുന്നു, ചെറിയ ബഡ്ജറ്റിലെടുത്ത. പക്ഷെ വൺ ഓഫ് ദ ഹയസ്റ്റ് ഗ്രോസിങ് ഈ ജോണറിലെ ഫിലിമായിരുന്നു. ഓപ്പണിംഗ് ഡേയില് പുള്ളിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന പടങ്ങളിൽ ഒന്നാണ്. എന്നാലും വലിയ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ ഇതാണിപ്പം ഒരു നേരം പോക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണമെങ്കിൽ നിങ്ങൾ കാണുക. അപ്പൊ ഇതാണ് നമ്മുടെ. പക്ഷെ ഈ ആഴ്ചത്തെ ഒരു OTT-യിലെ പെർഫോമൻസിൽ ഗഗനാചാരി കൊണ്ടുപോയി. ഗഗനാചാരി എനിക്ക് ഇപ്പോഴും തോന്നില്ല ആളുകൾ കാണുന്നുണ്ടോ OTT ഒന്നും. ആക്ച്വലി നമ്മൾ ഇനി വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അതിലെ ഷോർട്സ് ഒക്കെ ഇട്ട് കാണും. അങ്ങനത്തെ ഒരു പടം ഗഗനാചാരി തമാശ പടം. ലൈക്ക് പ്രേമലു രണ്ടാമത് കാണണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഗഗനാചാരി ഒരു രസമുണ്ട്. ഗഗനാചാരി നമുക്ക് എന്തോ നമ്മളുടെ സ്വന്തം ഒരു ഫീല് തോന്നും ഒരു ഫിലിം എന്ന് വെച്ചാൽ. പുതിയ തമാശകളുണ്ട്, കൊറേ സാധനങ്ങളുണ്ട്, കൊറേ ഐറ്റംസ് ഉണ്ട് അതിനകത്ത്. നമ്മള് രണ്ടാമത് വാച്ച് ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ. കൊറേയൊക്കെ എനിക്ക് ചിരിച്ച് മരിച്ചു പോകും നമ്മള്. ചില സാധനങ്ങളൊക്കെ ഭയങ്കര. അത് ഗണേഷ് കുമാറിനെ എങ്ങനെ അത് കൺവിൻസ് ചെയ്യിപ്പിച്ചെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ പുള്ളി നന്നായി ചെയ്തു. അപ്പം അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു 10-40 മിനിറ്റ് വേറെ വേണ്ടി വരും. പിന്നെ അധികം വെറുപ്പിക്കാതെ നാളെ ഇനി സിനിമയെ പറ്റി സംസാരിക്കണമെന്നില്ല. ഈ കോൺവെർസേഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതലും സംസാരിച്ച് ഞാനാ. മൂപ്പര് പതുക്കെ കുറെ മിണ്ടി വരും. പുള്ളിക്കാരി ആദ്യമേ ഒന്നും സംസാരിക്കത്തില്ല. അപ്പം അപ്പൊ നമുക്ക് താങ്ക് യു
ഇതുവരെ കേട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു. Okay. കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് പോകാനൊന്നേ ഉള്ളൂ, ഇതിൽ നിന്ന് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ടിപ്പിക്കൽ കപ്പിൾസ് ആണ്. പേര് ആലോചിച്ചിട്ട് നല്ലോണം ഇടാം. ബൈ.